വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. നമ്മൾ തൊട്ട് മുമ്പിലെ വീഡിയോസ് വരെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ അവരുടെ പവേഴ്സ് എന്താണെന്ന് നോക്കി. നമ്മളിപ്പോ ഈ വീഡിയോക്കകത്ത് നോക്കാൻ പോകുന്നത് കേസ് ലോസ് റിലേറ്റിംഗ് ടു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആൻഡ് ദെയർ പവേഴ്സ് ആണ്. ഫസ്റ്റ് കേസ് രത്ലം മുനിസിപ്പാലിറ്റി വേഴ്സസ് വേർതിച്ചൻ. ഇപ്പൊ ഫാക്ട് നോക്കാം. People living in a poor area in Rathalam city were suffering because dirty water was overflowing in the streets. There were no proper drains, the area smelled bad and caused health problems. They went to the executive magistrate and complained. The magistrate used section 133 of CRPC and ordered the municipality to clean the area. Build drains within 6 months, what the municipality said. Rathalam municipality said, we don't have money, so we can't do it. ഇപ്പൊ ഫാക്ട് ഓഫ് ദ കേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രത്ലം മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെയധികം പ്യുവർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം ആ ഏരിയയിൽ ഡേർട്ടി ആയിട്ടുള്ള വാട്ടേഴ്സ് നമ്മുടെ ഈ സ്ട്രീറ്റിലൂടെയൊക്കെ ഓവർഫ്ലോ ചെയ്തു പോവുകയാണ്. കാരണം അവിടെ ഒരു പ്രോപ്പർ ഡ്രെയിനേജ് സിസ്റ്റം ഇല്ല. വളരെ സ്മെല്ലും അതുപോലെ തന്നെ അവിടുത്തെ പബ്ലിക്കിന്റെ ഹെൽത്തിനെയും അത് ബാധിക്കാൻ വേണ്ടി തുടങ്ങി. അവിടുത്തെ ജനങ്ങൾ എല്ലാവരും കൂടെ കൂടി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് കംപ്ലൈന്റ് ചെയ്തു. അപ്പം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് സെക്ഷൻ 133 ഓഫ് CRPC, നൗ 152 ഓഫ് സംഹിതയാണ്. പുതിയ കോഡിന്റെ അകത്ത് 152 ഓഫ് സംഹിതയാണ്. അപ്പം സെക്ഷൻ 133 ഓഫ് CRPC പ്രകാരം മുനിസിപ്പാലിറ്റിയോട് ഓർഡർ ചെയ്യുകയാണ് പ്രോപ്പർ ഡ്രെയിൻസ് 6 മാസത്തിനുള്ളിൽ ബിൽഡ് ചെയ്യണത്. അപ്പൊ നമ്മുടെ രതം മുനിസിപ്പാലിറ്റി പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യത്തില്ലെന്ന്. ഇപ്പൊ സുപ്രീം കോർട്ട് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. സുപ്രീം കോർട്ട് said the executive magistrate has the right and power to order the municipality to fix the public problems under section 133 CRPC. Municipality must keep the city clean, it's their duty. Saying we have no money is not an excuse. People have a right to live in a clean and healthy environment. Simple conclusion എന്ന് പറഞ്ഞാൽ executive magistrate can force local bodies to fix public problems. Cleanliness and public health are basic rights. Government cannot ignore their duties even if they say they don't have funds. നമ്മുടെ സുപ്രീം കോർട്ട് പറഞ്ഞത് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് സെക്ഷൻ 133 ഓഫ് CRPC, നൗ സെക്ഷൻ 152 ഓഫ് സംഹിത പ്രകാരം ഒരു ലോക്കൽ ബോഡീസിനോട്, ദാറ്റ് മീൻസ് മുനിസിപ്പാലിറ്റിയോടൊക്കെ ഒരു പബ്ലിക് പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഉണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റി ഇവിടെ മണി ഇല്ലെന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് അല്ല, അത് അവരുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ഡ്രെയിനേജ് ബിൽഡ് ചെയ്തിരിക്കണം എന്നാണ് സുപ്രീം കോർട്ട് പറഞ്ഞത്. എം കൃഷ്ണഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് MP. നമുക്ക് ഫാക്ട് എന്താണെന്ന് ആദ്യമേ നോക്കാം. Complaint was filed against the noise and air pollution caused by the glucose factory situated a few feet away from the house of complainant. It was further complained that the ash from the boiler of factory was causing a great deal of atmospheric pollution, relating dangerous effect on the resident of the locality. The complainant husband, who is a head person, is also affected by this. The factory has been installed in the residential locality under the license granted by appropriate authority. ഇവിടെ കംപ്ലൈനന്റ് നോയിസ് പൊല്യൂഷനും എയർ പൊല്യൂഷനും എഗനിസ്റ്റ് ആയിട്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാണ്. ഇവിടെ ഗ്ലൂക്കോസ് ഫാക്ടറിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ കംപ്ലൈനന്റ്. ഈ ഗ്ലൂക്കോസ് ഫാക്ടറിയിൽ നിന്നും വരുന്ന ആഷസ് മൂലം കംപ്ലൈനന്റ് ഹസ്ബൻഡിന്റെ ഹെൽത്തിനെ അത് നെഗറ്റീവ്ലി എഫക്ട് ചെയ്തു. അതുപോലെ തന്നെ അത് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനും കാരണമാവുന്നു പറഞ്ഞാണ് കേസ് ഫയൽ ചെയ്തത്. കോർട്ടിന്റെ വ്യൂ എന്തായിരുന്നു എന്ന് നോക്കാം. Pollution caused by the factory could be a public nuisance even if only a few people were affected. It is not necessary for a large number of people to complain to take action under section 133. The magistrate can act even if just one or few people are affected, as long as it threatens public health or safety. Executive magistrate can act to remove nuisance even if the problem affects only a few people, not just the entire community. ഇവിടെ പറയുന്നത് എന്തോന്ന് വെച്ചാല് നമ്മുടെ കോർട്ട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരാൾ മാത്രമാണ് അഫക്റ്റഡ് പേഴ്സൺ. ഈ അഫക്റ്റഡ് പേഴ്സൺ ഒരാൾ മാത്രമാണെങ്കിൽ പോലും നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് പബ്ലിക് ഹെൽത്തിനെയും സേഫ്റ്റിനെയും ത്രെട്ടൻ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനെതിരെ ആയിട്ടും ഒരു ഓർഡർ അണ്ടർ സെക്ഷൻ 133 ഓഫ് CRPC പ്രകാരം
ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. ദാറ്റ് മീൻസ് ഇവിടെ നമ്മുടെ എഫക്റ്റഡ് വ്യക്തി ഒരാൾ മാത്രമാണെങ്കിൽ പോലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് സെക്ഷൻ 133 ഇൻവോക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നൗ സെക്ഷൻ 152 ഓഫ് സംഹിതയാണ്. അതേ ഉള്ളൂ. ഒരാളാണോ അതെയോ ഒരു 10,000 പേരാണോ എഫക്റ്റഡ് എന്നൊന്നും നോക്കത്തില്ല. സെക്ഷൻ 133 നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ഇറസ്പെക്റ്റീവ് ഓഫ് ദ നമ്പർ ഓഫ് പേഴ്സൺ അഫക്റ്റഡ് ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. Tata Tea Limited versus State of Kerala, 1984. The Tata Tea factory was accused of releasing dirty water effluent into a river that people used for drinking. A government officer, subdivisional magistrate, told the factory to stop the pollution and make arrangement within 7 days under a law called Section 133 of Criminal Procedure Code, now Section 152 of Sanhita. ഇവിടെ ഫാക്ട് ഓഫ് ദ കേസ് എന്ന് പറഞ്ഞാൽ ടാറ്റ ടീ ഫാക്ടറി എന്താണ്, എഫ്ലൂവൻസ് റിവറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയാണ്. ആ റിവറിലെ വാട്ടർ ആണ് അവിടുത്തെ പബ്ലിക് ഡ്രിങ്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാണ്. വിതിൻ 7 ഡേയ്സ് ഈ എഫ്ലൂവൻസിനെ റിമൂവ് ചെയ്തിരിക്കണം, വേണ്ട നെസസറി അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സെക്ഷൻ 133 ഓഫ് CRPC പ്രകാരം ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫാക്ടറി പറഞ്ഞ എന്തോന്ന് വെച്ചാല് ദ ഫാക്ടറി ആർഗ്യൂഡ് ദാറ്റ് ദേ ഹാഡ് ഓൾറെഡി ഗോട്ടൻ പെർമിഷൻ അണ്ടർ എ ഡിഫറെന്റ് ലോ, ദ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ആക്ട് 1974, which is a special law made just for handling water pollution. So they said the magistrate had no right to refuse interfere using section 133. അപ്പൊ നമ്മുടെ ഫാക്ടറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഓൾറെഡി ഇത് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് അണ്ടർ ദ വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ആക്ട് 1974. ഓൾറെഡി ഒരു സ്പെഷ്യൽ ലോ ഈ വാട്ടർ പൊല്യൂഷനെ ഡീൽ ചെയ്യാൻ വേണ്ടി മെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മജിസ്ട്രേറ്റിന് സെക്ഷൻ 133 വെച്ചുകൊണ്ട് ഇന്റർഫെയർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് ഫാക്ടറി പറഞ്ഞത്. നമ്മുടെ കോർട്ട് പറഞ്ഞ ഹൈക്കോർട്ട് എഗ്രീഡഡ് വിത്ത് ഫാക്ടറി. ഹൈക്കോർട്ട് പറയുന്നു ഫാക്ടറി പറഞ്ഞ കാര്യം അക്ഷരമിടാതെ ശരിയാണ് എന്നാണ് പറഞ്ഞത്. കാരണം ഒരു സ്പെഷ്യൽ ലോ ഒരു സർട്ടൈൻ മാറ്ററിനെ ഡീൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് മജിസ്ട്രേറ്റിന് സെക്ഷൻ 133 പ്രകാരം ഇന്റർഫെയർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് തന്നെയാണ് ഹൈക്കോർട്ടും പറയുന്നത്. ഹൈക്കോർട്ട് ഫാക്ടറി പറയുന്ന കാര്യത്തിന് എഗ്രി ചെയ്യുവാണ് ചെയ്തത്. The Water Pollution Act is a complete law meant specifically to deal with the pollution. The State Pollution Control Board is the right authority to handle such cases, not the magistrate, because the Water Act covers this area fully. Section 133, now 152, cannot be used for water pollution issues. If there is a law specially made to handle water pollution, the general rules can be used by magistrate. Only the പൊല്യൂഷൻ ബോർഡ് ഷുഡ് ഹാൻഡിൽ സച്ച് മാറ്റേഴ്സ്. നമ്മൾ ഓൾറെഡി ഇന്റർപ്രിട്ടേഷൻ്റെ അകത്തൊക്കെ പഠിച്ചാണ് നമ്മുടെ സ്പെഷ്യൽ ലോയും ജനറൽ ലോയും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിയുമ്പോൾ സ്പെഷ്യൽ ലോയെ പ്രിവെയിൽ ചെയ്തിട്ടുള്ളത്. ആ കൺസെപ്റ്റ് തന്നെയാണ് ഈ കേസിൻ്റെ അകത്തും പറയുന്നത്. ഇവിടെ ഒരു സ്പെഷ്യൽ ലോ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ആക്ട്, വാട്ടർ പൊല്യൂഷനെ ഡീൽ ചെയ്യാൻ വേണ്ടി. അപ്പൊ ചുമ്മാ മജിസ്ട്രേറ്റിന്റെ സെക്ഷൻ 133 പ്രകാരം മജിസ്ട്രേറ്റിന് ഇവിടെ കയറി ഇന്റർഫെയർ ചെയ്യാൻ സാധിക്കത്തില്ലെന്നാണ് ഈ കേസിൽ പറയുന്നത്. അപ്പം നമ്മളിവിടെ നോക്കി, ഇവിടെ ഒരു ഡയഗ്രാം പോലെ ഞാൻ ഈ കേസ് ലോയിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സെയിം ഫാക്റ്റ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്നൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി, ഒരു വിഷ്വലി റിമെമ്പർ ചെയ്യാൻ വേണ്ടി ഇതൊന്ന് റെഫർ ചെയ്യാം. ജസ്റ്റ് ടു ഗെറ്റ് സ്ക്രീൻഷോട്ട് ഓഫ് ദിസ് ഡയഗ്രാം. അപ്പൊ ഈ 3 കേസിലാണ് നമ്മളിവിടെ നോക്കിയത്. രതല മുനിസിപ്പാലിറ്റി വേഴ്സസ് വേദിചന്ദിന്റെ അകത്ത് നമ്മുടെ സെക്ഷൻ 152 ഓഫ് സംഹിത പ്രകാരം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മുനിസിപ്പാലിറ്റിയോട് ഡ്രെയിനേജ് വിതിൻ 6 months ബിൽഡ് ചെയ്യാൻ പറയുവാണ്. കൃഷ്ണഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് എംപിക്കകത്ത് എഫക്റ്റഡ് പേഴ്സൺ ഒരാളാണെങ്കിൽ പോലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് സെക്ഷൻ 133 ഓഫ് CRPC, നൗ സെക്ഷൻ 152 ഓഫ് സംഹിത എക്സസൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ടാറ്റ ടീ ലിമിറ്റഡ് കേസിന്റെ അകത്ത് പറയുന്നത് ഒരു സ്പെഷ്യൽ ലോ ഒരു പെർട്ടിക്കുലർ മാറ്ററിനെ ഡീൽ ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ ജനറൽ ലോ വെച്ച് അതിനെ ഇന്റർഫെയർ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. സെക്ഷൻ 133 ഓഫ് CRPC വെച്ചിട്ട് ഇന്റർഫെയർ ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഐ ഹോപ്പ്
ഈ 3 കേസിലും വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് മനസ്സിലാവും. ജസ്റ്റ് ഈ സ്ലൈഡ് യൂസ് ചെയ്തൊന്ന് വായിച്ചാൽ മതി. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.